മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണി വാമദേവനിങ്ങനെ കണ്ടതും തന്നെ ഉണ്ണിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. തന്നെ ഞാനൊന്ന് കാണണം വിചാരിച്ചിരുന്നതാണ്, താനല്ലേ എൻ്റെ അച്ഛനെ കൊന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം വാമദേവൻ പറയാണ്, മോനെ ഞാനൊന്ന് കാണണം വിചാരിച്ചതാണ്. എന്താ സംഭവിച്ചത് എങ്കിൽ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഞാൻ നിൻ്റെ അമ്മയെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ നിൻ്റെ അമ്മ ഒരുപാട് ഭംഗിയുള്ള സുന്ദരിയായ അമ്മയായിരുന്നു. കാരണം ഞാൻ നിൻ്റെ അച്ഛൻ്റെ എല്ലാ സ്വത്തുക്കളും മോഹിച്ചിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിരുന്നത്. അതേസമയം നിൻ്റെ അച്ഛനോട് ഞാൻ അമ്മയുടെ പേർക്ക് ഞാൻ കുറച്ച് എന്തെങ്കിലും എഴുതി വയ്ക്കാൻ പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛൻ കേട്ടില്ല. എല്ലാ കമ്പനിയുടെയും അതുപോലെ എല്ലാ കാര്യങ്ങളും കണ്ണൻ്റെ അമ്മയുടെ പേരിലാണ് അതുള്ളത്. അതുകൊണ്ട് അതിലൊക്കെ കണ്ണനാണ് അവകാശപ്പെട്ടത് എന്ന് നിൻ്റെ അച്ഛൻ പറഞ്ഞു. അത് കാരണം മാത്രമാണ് ഞാൻ സ്വത്തിനെ മോഹിച്ചിട്ട് തന്നെയാണ് എൻ്റെ പെങ്ങളെ ഞാൻ കൊടുത്തത്. പലവരും വന്ന് ചോദിച്ചു, പക്ഷെ ഞാൻ കൊടുത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് അങ്ങേരുടെ ഷർട്ടിൽ കയറി പിടിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അങ്ങേര് എന്നോട് വരരുത് എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പോയി. അങ്ങനെ ഞാൻ പോയിട്ട് വീണ്ടും ഞാൻ ഇതിന് പല പ്രാവശ്യം ശ്രമിച്ചപ്പോഴും അയാൾ കണ്ണനേക്കാളും അതേപോലെ തന്നെ ഭയങ്കര പിശുക്കനായിരുന്നു. അയാൾ ഒന്നിനും സമ്മതിച്ചില്ല. അങ്ങനെയാണ് എനിക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യം വന്നത്. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണം. എനിക്കും നിൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിതെല്ലാം ചെയ്തത് എന്നിങ്ങനെ വാമദേവൻ പറയുകയാണ്. പിന്നീട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കൊട്ടേഷൻ കൊടുത്തത്. അത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. നീ ആദ്യം അതൊന്ന് മനസ്സിലാക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ഉണ്ണി പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എന്തായി? 10-20 വർഷമായിട്ടും നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ കാര്യം ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്നേനെ. നിങ്ങളുടെ മോനിപ്പോൾ കിടക്കണില്ലേ, ഇനി മാസാമാസം ചിലവിന് തന്നിരുന്നില്ലേ, ആ കാര്യവും കിട്ടില്ല. അതേപോലെ നിങ്ങളുടെ സഹോദരിയുടെ കല്യാണം ഉണ്ടല്ലോ, അതും നടക്കില്ല. എന്തായാലും ശരി 10 പൈസ ഇനി നിങ്ങൾക്ക് കിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ഉണ്ണി തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ പിന്നെ ഉണ്ണിക്കൊരു മനസ്സ്, എന്നിട്ട് തിരിച്ചിട്ട് പോയിട്ട് പറയും, നിങ്ങൾ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല. പിന്നെ എന്തെങ്കിലും വഴിയുണ്ടോ ഈ സ്വത്തുക്കളൊക്കെ കിട്ടാൻ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അതേസമയം വാമദേവൻ പറയും, ഉണ്ട് മോനെ, ഒരു ഗുണ്ടയുണ്ട്. ആ ഗുണ്ടയെ പോയി കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ കാര്യങ്ങൾ നടക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. ആരും അറിയാതെ അവനെ കൈകാര്യം ചെയ്യണം എന്നിങ്ങനെ പറയണം. എന്തെങ്കിലും കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഏതായാലും നിനക്ക് കണ്ണനാണല്ലോ വീട്ടു ചിലവെല്ലാം നടത്തിയിട്ടിരുന്നത്. നിനക്ക് തന്നിരുന്ന പൈസകളൊക്കെ നിൻ്റെ കൈവശം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ചെടുത്ത് കൊടുക്ക്. അപ്പോൾ നിനക്ക് 4 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് കിട്ടും എന്ന് പറയണം കേട്ടോ. അങ്ങേരുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം വാമദേവൻ നമ്പർ കൊടുക്കുകയായിരുന്നു. മോനെ, ഞാൻ ഈ കാരണം കൊണ്ടാണ് ഇത് ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ നിൻ്റെ അച്ഛപ്പൻ നിൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അവൻ നിൻ്റെ അമ്മയുടെ പേരിൽ ഒന്നും എഴുതി കൊടുക്കില്ല എന്ന് പറഞ്ഞത് കാരണം മാത്രമാണ് ഞാൻ കൊന്നത് എന്ന് പറയണം കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ണി പോവുകയാണ് കേട്ടോ. അതേസമയം ഉണ്ണി ആ ഗുണ്ടയോട് പോയി കണ്ടിട്ട് സംസാരിക്കണം. ഗുണ്ടയോട് പോയി സംസാരിക്കുമ്പോൾ ഗുണ്ട പറയും, ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തിയതായിരുന്നു. പക്ഷേ ആ മാർക്കോ എന്ന് പറയാനാണ്, ആ മാർക്കോ ഉള്ളത് കാരണം കൊണ്ടാണ് ഒരു പരിപാടിയും നടക്കാത്തത്. പക്ഷേ നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ ആളില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയണം കേട്ടോ. അതേസമയം അഡ്വാൻസ് ചോദിക്കുന്നുണ്ട്. അഡ്വാൻസ് ചോദിക്കുമ്പോഴും അങ്ങേര് പറയുന്നുണ്ട്, ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ വേണ്ട അത് തെളിവാകുമല്ലോ എന്ന് ഉണ്ണി പറയണം. എന്നാൽ ശരി, ATM പോയിട്ട് പൈസ എടുത്ത് തരാം എന്ന് പറയണം. അതേസമയം പ്രതാപൻ ജയിലിലിങ്ങനെ വരുമ്പോൾ വാമദേവനോട് ചോദിക്കും, നിന്നെ കാണാൻ ആരാ വന്നത് ചോദിക്കും. ഉണ്ണിയാണ് വന്നത്. ഉണ്ണിയുടെ അമ്മാവനപ്പൻ ഞാനല്ലേ, എന്നെ കാണാതെ നിന്നെയാണോ കണ്ടത് എന്ന് പറയും. എന്നിട്ട് എന്തായി ചോദിക്കും. ഞാൻ വേണ്ട പോലെ അവൻ്റെ മനസ്സിളക്കിയിട്ടുണ്ട് എന്ന് പറയും. നീ ഇനിയും എന്തിനുള്ള പരിപാടിയാണ്? എൻ്റെ മോളും മരുമോൻ്റെ ജീവിതം പകുതിയിലാണ് നിൽക്കുന്നത്, നീ അത് മുഴുവനാക്കുമോ? ഞങ്ങളെ അവിടെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അവൻ്റെ സൗന്ദര്യം മാത്രമേ നോക്കിയുള്ളൂ. അവനൊരു മണ്ടനാണ്. ഇനി നീ ഓരോ ഇത് പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ കൂടെ വന്ന് കിടക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, അവൻ വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്, ഞാൻ വേണ്ട പോലെ ഒരാളുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് എന്ന് വാമദേവൻ പറയണം കേട്ടോ. നമ്മുടെ കൂടെ ജയിലിൽ കിടക്കാനുള്ള ഒരു അവസരം വന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ വാമദേവനോട് വഴക്ക് കൂടുകയാണ് കേട്ടോ. ആ സമയത്താണ് ജയിലന്മാർ വന്നിട്ട് പറയും, നിങ്ങളെന്താ പിന്നെയും വഴക്ക് കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണോ, നിങ്ങൾ പോവിൻ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ദുർഗ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ.
പിന്നെ ദേവി, ഞാൻ എൻ്റെ മൂത്ത മോനോടും മരുമോളോടും ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്, അതുപോലെ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കണം എന്നോട് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതിനുശേഷം മേൽശാന്തിയോട് വന്നിട്ട് പറയണമോ, മൂത്ത മോൾക്കും മോനും വേണ്ടിയിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് എന്ന് പറയും. നിങ്ങൾ എല്ലാം പേപ്പറിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ തിരുമേനി എന്ന് ചോദിക്കും. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു, ഇവിടെ വന്നവരൊക്കെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശരി, മനഃശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ദുർഗ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും മഞ്ജു സാഗറും കൂടി വരിക കേട്ടോ. മഞ്ജു സാഗറും കണ്ടതോട് കൂടിയിട്ട് വേഗം ദുർഗ മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ. പക്ഷെ മഞ്ജുവിന് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നത്? ഇനി ഞങ്ങളുടെ ജീവനും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത് ചോദിക്കും. അല്ല മോളെ, നിനക്കും സാഗറിനും അതുപോലെ കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ ഒരുപാട് മാറി മോളെ, നിൻ്റെ അച്ഛൻ്റെ മരണം കാരണം ഞാൻ ഒരുപാട് മാറി. നിങ്ങൾ എന്താ അത് പറഞ്ഞാൽ അത് വിശ്വസിക്കാത്തേ എന്ന് ചോദിക്കും. നിങ്ങളെ വിശ്വസിക്കാനോ? നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഓരോന്നും എണ്ണി പറയണം. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നോക്കി, ഇനിയിപ്പോൾ കണ്ണേട്ടന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആ ഭക്ഷണത്തിൽ നിങ്ങൾ വിഷം കലർത്തില്ല എന്ന് എന്താ ഉറപ്പ്? ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞതാണ്. കണ്ണേട്ടൻ പക്ഷേ വിശ്വസിക്കുന്നില്ല. അവർക്കിനി എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ്. നിങ്ങൾ ഒരു കാരണവശാലും എൻ്റെ പടി ചവിട്ടിപ്പോകരുത്, എനിക്കത് ഇഷ്ടമല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. നിങ്ങളുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം. നിങ്ങളുടെ ജയിലിൽ കിടക്കുന്ന അമ്മാവനും പ്രതാപനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും എന്തും മാറും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ നന്നാവില്ല എന്ന് പറയണം കേട്ടോ. അതേസമയം സാഗർ പറയുന്നുണ്ട്, നിങ്ങൾ കുഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും ആ വിഷം കൊടുത്തിട്ട് അത് മഹാലക്ഷ്മിയുടെ പേരിലാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ചെയ്തത്? നിങ്ങൾ ആ ചതി ചെയ്തില്ലേ? അതേപോലെ മേഘന ഞാൻ ചെറുതായിരിക്കുമ്പോൾ തുടങ്ങിയിട്ട് തന്നെ മേഘനാണ് എന്നെ കെട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ചതിയനെ നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിച്ചില്ലേ? അതിനു മുമ്പ് അവൻ കൊച്ചുങ്ങൾ ഉണ്ടാക്കിയിട്ട് നടന്നില്ലേ? എന്നിട്ട് ഞാൻ അത് വലിച്ചെറിഞ്ഞിട്ട് സാഗറിൻ്റെ കൂടെ പോയപ്പോൾ സാഗറെ കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചില്ലേ? എന്നിട്ടും നിങ്ങൾ മേഘനാഥൻ്റെ കൂടെയല്ലേ നിന്നത് എന്നെല്ലാം ഓരോന്നും എണ്ണി ദുർഗയോട് ചോദിക്കുകയാണ് കേട്ടോ. ദുർഗയ്ക്ക് ഒന്നും ഒരു ഉത്തരവും ഇല്ല കേട്ടോ. അതേസമയം ദുർഗ പറയുന്നുണ്ട്, എനിക്ക് ഉണ്ണി കരണ്ട കൂടെ അവിടെ ഇരിക്കുന്നതും കൂടി ഇഷ്ടമല്ല എന്ന് പറയണം കേട്ടോ. അതൊന്നും നിങ്ങളുടെ വിഷയമല്ല, അതൊക്കെ നിങ്ങളുടെ അഭിനയമാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും അഭിനയിക്കും, എന്തും ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്തും നിങ്ങൾ മാറാൻ പോവില്ല, നിങ്ങൾക്ക് മാറാനൊരിട്ട് സാധിക്കില്ല എന്ന് പറയും. കാര്യങ്ങളും മഞ്ജു സാഗറും ഇങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ദുർഗയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മോളെ ഞാൻ അങ്ങനെയല്ല എന്നിങ്ങനെ പറയുമ്പോഴും ദുർഗ ഓരോ കാര്യങ്ങളും എണ്ണി പറയണം കേട്ടോ. അതേസമയം ദുർഗയോട് മഞ്ജു പറയുന്നുണ്ട്, നിങ്ങളുടെ ആങ്ങളെ ഇനിയും ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറില്ല എന്ന് എന്താ ഉറപ്പ് എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അങ്ങനെ മഞ്ജു ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ദുർഗ എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.